കണ്ണൂർ പേരാവൂരിൽ CPIM സ്വകാര്യ വ്യക്തിക്ക് വിറ്റ സഹകരണ ആശുപത്രി ഭൂമിയിൽ നടൻ ശ്രീനിവാസന്റെ ഭൂമിയും ഉൾപ്പെടുന്നതായി റിപ്പോർട്ട്. ജനങ്ങളിൽ നിന്ന് ഓഹരി പിരിച്ചു നിർമ്മിച്ച ആശുപത്രിക്കായി ശ്രീനിവാസനിൽ നിന്ന് ലഭിച്ച 33.5 സെന്റ് ഉൾപ്പെടെയാണ് വിൽപ്പന നടത്തിയതെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. വിൽപ്പനയിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സംഭവത്തിൽ CPIM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ അടക്കം 3 നേതാക്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം നടപടിയെടുത്തിരുന്നു. 90 സെന്റാണ് ആശുപത്രി നഷ്ടത്തിലാണെന്ന കാരണത്താൽ സൊസൈറ്റി ചിറ്റാരിപ്പറമ്പ് സ്വദേശിക്ക് വിറ്റത്. സംഭവത്തിൽ കുറ്റക്കാരായ 3 നേതാക്കൾക്കെതിരെയാണ് പാർട്ടി നടപടി സ്വീകരിച്ചത്. ആശുപത്രി വിൽപ്പനയിൽ ഗുരുതര വീഴ്ചയുണ്ടായതായി പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ ജെയിംസ് മാത്യു MLA, P. ഹരീന്ദ്രൻ എന്നിവർ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് അച്ചടക്ക നടപടി. T. കൃഷ്ണനെ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തു നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്താനും ജില്ലാ കമ്മിറ്റി അംഗം VG പത്മനാഭനെ താക്കീത് ചെയ്യാനും പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം KP സുരേഷ് കുമാറിനെ കോളയാട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കാനും CPM സംസ്ഥാന സമിതി തീരുമാനിച്ചു. നടപടി സംബന്ധിച്ച വിവരം CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു. കണ്ണൂർ ജില്ലയിലെ പേരാവൂരിൽ 2010-ലാണ് ജനങ്ങളിൽ നിന്ന് ഓഹരി പിരിച്ച സഹകരണ ആശുപത്രി ആരംഭിച്ചത്. നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് 3 വർഷം മുൻപ് 4,10 ലക്ഷം രൂപയ്ക്ക് ആശുപത്രി സ്വകാര്യ വ്യക്തിക്ക് വിറ്റു. സംഘം നേരിട്ട് നടത്തിയ വിൽപ്പന സഹകരണ വകുപ്പ് റദ്ദാക്കിയതിനെ തുടർന്ന് പിന്നീട് ലേലം നടത്തിയാണ് ഇടപാട് നടത്തിയത്. CPM ജില്ലാ നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ നടന്ന വിൽപ്പനയിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ആശുപത്രി ഭരണസമിതിയുടെ മുൻ പ്രസിഡന്റുമാരായ T. കൃഷ്ണനും VG പത്മനാഭനും ആശുപത്രി നടത്തിപ്പിന് വേണ്ടി CPM ജില്ലാ കമ്മിറ്റി നിയോഗിച്ച സബ് കമ്മിറ്റി അംഗങ്ങളായിരുന്നു. സുരേഷ് കുമാർ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് വിൽപ്പന നടന്നത്. എന്നാൽ ആശുപത്രി 4,10 ലക്ഷം രൂപയ്ക്ക് വിറ്റതായാണ് രേഖകളെങ്കിലും യഥാർത്ഥ വിൽപ്പന നടന്നത് 5,20 ലക്ഷം രൂപയ്ക്കാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. രേഖകളില്ലാത്ത ഈ തുക കൈകാര്യം ചെയ്തതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടായിരുന്നു എന്നും ആരോപണമുയർന്നു. കൂടാതെ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പിടിയിലായ വിവാദ സംരംഭകന് വേണ്ടിയാണ് ആശുപത്രി തിരക്കിട്ട് വിൽപ്പന നടത്തിയതെന്നും ആരോപണമുയർന്നു. ലേലത്തിൽ പങ്കെടുക്കാനെത്തിയ കർണാടകയിലെ വ്യവസായ ഗ്രൂപ്പിന് ലേലത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ 38 ലക്ഷം രൂപ നൽകിയതായും ആരോപണമുണ്ടായി. വർഷങ്ങളോളം CPM സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗമായിരുന്ന T. കൃഷ്ണൻ 2015-ൽ ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനത്തിലാണ് ചെയർമാനായത്. ഈ വർഷം തൃശൂർ സമ്മേളനത്തിൽ വീണ്ടും ചെയർമാനായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആണ്. അതേസമയം കണ്ണൂരിലെ പാർട്ടിയിൽ നിന്നും അഴിമതി വാർത്ത പുറത്തു വന്നത് CPM-നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായി ഏറ്റവും അധികം ശക്തിയുള്ള മേഖലയാണ് കണ്ണൂർ ജില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചെറിയ കാര്യങ്ങൾ പോലും പാർട്ടി ഗൗരവത്തോടെ കാണും. ജില്ലാ സെക്രട്ടറി P. ജയരാജന്റെ നേതൃത്വത്തിൽ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോവുകയാണ് പാർട്ടി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.